ആദ്യം തന്നെ ഞാൻ കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മെയിൻ ഫാബ്രിക്കിന് എനിക്ക് 42 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ലൈനിങ് ഞാനൊരു 40 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പ് എല്ലാം കൂടിയിട്ടാണ് 40 ഇഞ്ച് എടുക്കുന്നുള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ. ഒരു അറ്റം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. കഴുത്തിൻ്റെ അകലം നോക്കാം കേട്ടോ. കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് 2.25 ഇഞ്ചാണ് കേട്ടോ. കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. ഇനി അവിടുന്ന് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എനിക്ക് വേണ്ടത് ഷോൾഡർ 2.25 കേട്ടോ. 2.25 ഷോൾഡർ എടുക്കാം. അതിനൊന്നിച്ച് ഒരു 3/4 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്കിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഇവിടെയൊക്കെ തയ്യൽ തുമ്പ് വേണം. 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ടോട്ടൽ വരുന്നത് 5.5 കേട്ടോ വരുന്നത്. 5.5 മാർക്ക് ചെയ്തു. ഇനി അവിടുന്ന് നമുക്ക് താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം കേട്ടോ. ആം ഹോൾ വരുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. കറക്റ്റ് ഒരു 5.5 ജസ്റ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെക്കാം. നമുക്കിതാ 6 ഇഞ്ചത്തെ ഇവിടെ ആയിട്ട് വരും കേട്ടോ. 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇതുപോലെ ഞാൻ ഇതാ കുറച്ച് ഇതുപോലെ വരച്ചിട്ടിട്ട് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വരുന്നത് 8.25 കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മുടെ 8.25 മാർക്ക് ചെയ്തെടുക്കാം. 8.25 ഒന്നിച്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് 8.25 മാർക്ക് ചെയ്തു. ആ തയ്യൽ തുമ്പിന് 1.5 ഇഞ്ച്. നമുക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 2 ഇഞ്ചിൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് 2 ഇഞ്ചിന് തയ്യൽ തുമ്പ് എടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത്രപ്പേർ കൊടുത്തില്ലേ. നമുക്ക് ആം ഹോൾ നോക്കാം കേട്ടോ. ആം ഹോള് ബാക്കത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ബാക്ക് ആം ഹോൾ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്യലാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ആം ഹോൾ നമ്മൾ ഇത് 6ൻ്റെ പകുതി വരുമ്പോൾ 3 ഇഞ്ച്. ആ 3 ഇഞ്ചിന് ഒരു 1/2 ഇഞ്ചിന് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ചെറിയൊരു ഇതുപോലെ ആ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തില്ലേ. ആ ഒരു 1/2 ഇഞ്ചിലെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് കൊടുക്കാം കേട്ടോ. ഇല്ല കുറച്ച് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട് മതി കേട്ടോ. അതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് താഴത്തേക്ക് നമ്മുടെ വേസ്റ്റ് വരെ ലെങ്ത് ആണ് കേട്ടോ എടുക്കണ്ടേ. നമ്മുടെ ഈ ഷോൾഡറിന് നമ്മുടെ വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് എടുക്കുന്ന ഏകദേശം ഒരു 12.5 ഇഞ്ചാണ് കേട്ടോ. 12.5 ഇഞ്ചിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ 12.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ വേസ്റ്റ് അളവ് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ വീതി വരുന്നത് 6.25 കേട്ടോ. നമ്മൾ 6.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തയ്യൽ തുമ്പിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് കൊടുക്കാം കേട്ടോ. അടുത്ത ഷോൾഡർ ടു സ്ലിച്ച് വരെ ലെങ്ത്ത് ഏകദേശം ഒരു 19.5 വരുന്നത്. അപ്പോൾ ഷോൾഡറിന് നമ്മുടെ സ്ലിച്ച് വരെയുള്ള ലെങ്ത്ത് വരുന്നത് 19.5. ആ 19.5 ഒന്നിച്ച് ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതായത് 20ലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. കാരണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും. നമ്മളിവിടെ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 20 ഇഞ്ചിലാണ് കേട്ടോ അത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒരു 20 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെയുള്ള വീതി മാർക്ക് ചെയ്യാം കേട്ടോ. സ്ലിറ്റിൻ്റെ അടുക്കത്തെ വീതി വരുന്നത് നമ്മുടെ ഇവിടെ ചെസ്റ്റ് കൊടുത്തില്ലേ ആ സെയിം അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 8.25 തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് 8.25 മാർക്ക് ചെയ്യുന്നുണ്ട്. 8.25 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു കേട്ടോ. നമ്മൾ 1 ഇഞ്ചിലാണ് നമ്മുടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ 1 ഇഞ്ച്, ഇവിടെ നമുക്ക് 1 ഇഞ്ച് വീതിയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 1 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായാലേ നമുക്ക് നമ്മുടെ ചെസ്റ്റിന്ന് നമ്മുടെ വേസ്റ്റിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കാം കേട്ടോ. ചെസ്റ്റിന്ന് വേസ്റ്റിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. അടുത്തത് വേസ്റ്റിന്ന് നമ്മുടെ സ്ലിറ്റിലേക്ക്
ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തെ വീതി നോക്കാം കേട്ടോ. താഴത്തെ വീതി വരുന്നത് 10 കേട്ടോ, 10.4. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ താഴത്തേക്കും ഇവിടെ 10.4 മാർക്ക് ചെയ്യാം. 10.4 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പിന് കൊടുക്കുന്നത് 1 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 1 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ 2 ലൈനും വരച്ചു കൊടുക്കാം. നമുക്കത് കട്ടിടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഒരു വര കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇത് കൊടുത്തിട്ട് സ്ലിറ്റിൻ്റെതും വേസ്റ്റും കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് സ്ലിറ്റിൻ്റെ ഇവിടെ വരുന്നത് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പിൻ്റെത് കൊടുക്കുന്നത്. ബാക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അതൊക്കെ ക്യാൻവാസിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിനൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അത് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ട് കേട്ടോ. മെയിൻ ക്ലോത്തും ലൈനിങ് ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കൂടിയിലേ കൂടി വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ വർക്കുള്ള മെറ്റീരിയലിൽ നമ്മളിത് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് ആദ്യം സെൻറ്ററിൽ കട്ടാക്കി, അത് ഒരുപോലെ പിടിച്ചിട്ട് സെൻറ്ററിൽ കട്ടാക്കി അതിനുശേഷം ഈ ഒരു വർക്കിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ വരുന്നിട്ട് വർക്ക് പകുതി ഇവിടെയും പകുതി ഇതിൻ്റെ ഉൾവശത്തുണ്ട്. ആ വർക്ക് സെൻറ്ററായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് മടക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്രണ്ടത്തെ പീസ് വെച്ചിട്ട് നമുക്ക് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് വശമാണ് കേട്ടോ. ബാക്ക് വശം നമുക്ക് കറക്റ്റായിട്ട് ലൈനിങ്ങിന് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് മടക്കി വെക്കാം. ബാക്കി ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് സ്ലീവ് എടുക്കാനുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സ്ലീവ് കിട്ടില്ല, കാരണം അതിൻ്റെ വർക്ക് ഏകദേശം ഈ മെറ്റീരിയൽ സെൻട്രലായിട്ടായിരിക്കും വരില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കുമല്ലോ മടക്കി വെക്കുക. സ്ലീവ് അപ്പോഴും എടുക്കുമ്പോൾ നമുക്ക് ഈ ബാക്കത്തെ പീസ് വെക്കുന്നതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഈ ഒരു സൈഡിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ചുരുക്കി വെച്ചിട്ട് ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേ അളവിൽ നമുക്കൊന്ന് കട്ടാക്കി എടുത്തിട്ട് ആ ഒരു പീസ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ബാക്ക് തിരിച്ചിടുന്നതാണ് കേട്ടോ. നെക്ക് ക്യാൻവാസ് വെക്കുന്നില്ല ബാക്ക് സൈഡിനും. അപ്പോൾ നമ്മൾ ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ഫ്രണ്ടിലേക്ക് മാത്രമേ ക്യാൻവാസ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്യാൻവാസിൻ്റെ അകലം ഞാനൊരു 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന പീസിന് നമ്മൾ എടുക്കേണ്ടത് 2.25 കേട്ടോ. ഒരു 1/4 ഇഞ്ച് കുറച്ച്, കാരണം നമ്മൾ അടിക്കുന്ന സമയത്ത് അധികം കുറച്ച് കിട്ടുമല്ലോ, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണല്ലോ അടിക്കൽ. അപ്പോൾ 2.25 എടുക്കുന്നത്. ബാക്ക് നെക്ക് ഫ്രണ്ടത്തെ നെക്കിൻ്റെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസിൽ 3 ഇഞ്ചായിരിക്കും കേട്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിൽ ഇപ്പോൾ എന്ത് നെക്കാണ് വേണ്ട വെച്ചാൽ ആ ഒരു നെക്ക് കൊടുക്കാം. ഞാനിപ്പോൾ യു നെക്ക് വരച്ചിട്ട് അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ആം ഹോൾ വരക്കുന്ന സ്കെയിൽ ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നെക്കൊക്കെ യു നെക്കിൽ വരച്ചെടുക്കാം കേട്ടോ. ഇതേ അളവിൽ വരക്കാൻ അറിയാത്താണെങ്കിൽ നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിക്കാം. നെക്ക് വരക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളൊക്കെ വരക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്ക് പീസും കൂടി എടുത്തു. ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് വെക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ 3/4 ആയാലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ആദ്യം താഴത്ത് ഒന്ന് ലെവലായിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കും. എടുത്തതിന് ശേഷം നമ്മളെ 19 ഇഞ്ച് നോക്കാം കേട്ടോ. 19 കറക്റ്റ് 19 പ്ലസ് തയ്യൽ തുമ്പിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 20 കേട്ടോ വരുന്നത്. അപ്പോൾ അതേ 20 നമുക്കിതാ ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. പിന്നൊക്കെ കുത്തിക്കൊടുക്കും, കാരണം ഇത് നേരെ നിൽക്കുന്നില്ല കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ ഇതുപോലെ കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഇത് മാർക്ക് ചെയ്തില്ലേ, ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമുക്ക് എത്രയാണ് കൊടുത്തത്? 8.25 ആ ഒരു 8.25 ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. 8.25 മാർക്ക് ചെയ്തു. ഇനി ആ 8.25 താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8.25 താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 3 ഇഞ്ചിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കാം. 4.5 സെൻറ്റർ പറയുമ്പോൾ 2.25. ജസ്റ്റ് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഇപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതിപ്പോൾ മെറ്റീരിയൽ ഇപ്പോൾ മനസ്സിലാവില്ലല്ലോ, നല്ല വശം ചീത്ത വശം ഇല്ല ഒരേ കണക്കത്തെ ആയതുകൊണ്ട് മടിവശം മടക്കി അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുന്നത്.
നമുക്ക് നമ്മുടെ താഴത്തെ സ്ലീവ് റൗണ്ട് നോക്കാം കേട്ടോ. ഞാൻ ഒരു 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവ് ഇവിടുത്തെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ കറക്റ്റ് നോക്കുമ്പോൾ ഒരു 6 നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ഒരു കയ്യിലേ കൂടിയാണല്ലോ കയറേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരാളെ രീതിക്കായിരിക്കും നമുക്കത് ഈ ഒരു അളവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഒരു 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പിന് കൊടുത്തത് ഒരു 1.5 ഇഞ്ച്. നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരക്കാം കേട്ടോ. ഇപ്പം ഇങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് അടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കാം. നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കഴുത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ക്യാൻവാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ക്യാൻവാസിൽ കഴുത്തിൻ്റെ അകലം പറഞ്ഞല്ലോ 3 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് എന്നിട്ട് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ ചെയ്ത്. നമുക്ക് യു നെക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യു വരച്ചു കൊടുക്കാം. അപ്പോൾ സ്ക്വയർ നെക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ക്വയർ നെക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3/4 ഇഞ്ച് വീതിക്കാതെ നമ്മൾ ക്യാൻവാസ് എടുക്കുന്നത്. നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ചും എടുക്കാം. ഞാനിപ്പോൾ 3/4 എടുക്കുന്നുള്ളൂ കേട്ടോ. അതെനിക്ക് താഴത്തേക്ക് ഇതുപോലെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതേ കണക്കൊരു സ്ക്വയറും കൂടിയും ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു വര കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിങ്ങനെ നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാത്തി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഇതുപോലെ മുകളിലോളം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഈ ഒരു അളവില്ലേ ഇത്രയും കട്ട് ചെയ്യാം. കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇങ്ങനെ ഇരുന്ന സമയത്ത് പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ഇതില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പാത്തിയൊക്കെ പോകട്ടെ. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ചെറിയൊരു പീസ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഗ്ലേസിങ്ങുള്ള വശം നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഗ്ലേസിങ്ങുള്ള വശം നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ഇഞ്ച് സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്കത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ഇഞ്ച് മതിയാവും. 1/4 ഇഞ്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് മുകളിൽ 1/4 ഇഞ്ച് വേണ്ട. നമ്മളിവിടെ ജസ്റ്റ് അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു സൈഡിലും അതുപോലെ ആ താഴത്ത് മാത്രമേ 1/4 ഇഞ്ച് അളവിൽ വേണ്ടൂ കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡിലുള്ള പീസിൽ ഇതുപോലെ ജസ്റ്റ് മടക്കിയിട്ട് ആ മടക്കി വരുന്ന വശത്തേക്ക് കൂടി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വശം എടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ലൈനിങ് എടുക്കുക. ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ നല്ല വശം വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് നല്ല വശം വ്യതിരിക്ക് വെച്ചിട്ട് മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ ടു സെൻറ്റർ വെക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്കത് ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലൈനിങ് പിടിച്ചിട്ടും സെൻറ്ററിൽ സ്റ്റിച്ചല്ല സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ലൈനിങ് പീസ് പിടിച്ചിട്ടും സെൻറ്റർ ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കട്ടും ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മിസ്റ്റേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻറ്റർ ടു സെൻറ്റർ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്ന് കുത്തുന്നുണ്ടെങ്കിൽ പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ചെറിയൊരു കട്ട് കൊടുക്കാം കേട്ടോ. കട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ കട്ട് കൊടുത്ത് കറക്റ്റായിട്ട് ആ കട്ടിൻ്റെ അടുത്ത് വരുന്ന രീതിക്ക് വെക്കാം. എന്നിട്ട് നമുക്കിതാ പിന്ന് കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിലേക്ക് കൂടി താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇതുപോലെ സെൻറ്ററിലേക്ക് താഴത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് അടിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പിന്നും കാര്യങ്ങളൊക്കെ കുത്തി കൊടുത്താലും മതി. ഇവിടെ നമുക്ക് നേരത്തെ കൊടുത്ത പിന്നൊക്കെ ഒന്ന് അഴിച്ച് കളയാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ക്യാൻവാസോട് ചേർന്ന് വരുന്ന രീതിക്ക് നമുക്കത് ഇതിലേ കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തും ഇനി നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമുക്കിത് ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻവാസിലേക്ക് കൂടിയിട്ട് നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമുക്കത് ഇതുപോലെ തിരിച്ചിട്ട് നമ്മൾ ഉൾവശത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആക്കിയിട്ടത് ഇതുപോലെ ഉൾവശത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ജസ്റ്റ് അയൺ ചെയ്യുന്നതിനും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബാക്ക് വശത്ത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ലൈറ്റ് ചൂടിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനിങ് പീസിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വശം ഇതുപോലെ നീക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിലേ കൂടിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ലൈനിങ് പീസിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതുപോലെയാണ് എടുക്കുന്നത്. നമ്മൾ അങ്ങനെ ക്യാൻവാസൊക്കെ അടിച്ചെടുത്തും അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിവശം രണ്ടായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ നല്ല തുണി ലൈനിങ് തമ്മിൽ ഫുള്ളായിട്ടൊന്ന് ടച്ചാക്കി എടുത്തത് നല്ല തുണി ലൈനിങ് തമ്മിൽ ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. രണ്ട് സൈഡും നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് വരുന്നില്ലേ അവിടം വരെ രണ്ട് സൈഡും നമ്മൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ടത്തെ വശം ഓക്കെ ആയി. ബാക്ക് പീസിൻ്റെ നല്ല തുണിയുടെ മുകളിൽ ലൈനിങ് പീസ് വെച്ചിട്ട് കഴുത്തൊന്ന് അടിച്ചെടുത്തും. എന്നിട്ട് കഴുത്തതൊന്ന് പതിച്ചും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത് നല്ല വശം ബാക്കത്തെ അതിനോട് ഫ്രണ്ടത്തെ നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല വശം ഇതുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് നമ്മുടെ ഈ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശവും നമുക്കിതാ ഈ ഷോൾഡറിൻ്റെ അടുത്ത് നമ്മുടെ ഈ ലൈനിങ് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലൈനിങ് ഇതിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചിട്ട് ഇവിടെയും കൂടി സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിച്ചിട്ട് നല്ല തുണിയും നമ്മുടെ ലൈനിങ് പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ചാക്കി എടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ അടിവശം ഞാൻ മടക്കി അടിച്ചിട്ട് ഇതിപ്പോൾ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. വലുതായിട്ടൊന്നും വേണ്ട. നമ്മുടെ ഈ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, സെൻറ്ററിൽ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് നമുക്കിത് ഇങ്ങോട്ടേക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു നോച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും കേട്ടോ ഏത് സൈഡാണ് അങ്ങനെ വന്നിട്ടില്ലേന്ന്. ഈ കട്ട് ചെയ്ത വശത്ത് ചെറുതായിട്ടത് നോച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കട്ട് ചെയ്ത വശം അതാണെന്നുള്ളത് കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ സ്ലീവ് വെക്കാൻ വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത വശം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്കാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ വരുന്നത് പോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കത് ഈ തയ്യൽ തുമ്പ് ഇതുപോലെ ആയിരിക്കട്ടെ വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു വശം നമുക്ക് ഫ്രണ്ടിലേക്ക് വരും. അത് നമുക്കത് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ് അടിച്ചെടുക്കാം. സ്ലീവൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ സ്ലിറ്റ് വരാൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ കൂടി മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത് രണ്ട് സൈഡും അടിച്ചു. അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് അടിക്കാം കേട്ടോ. സ്ലിറ്റ് അടിക്കേണ്ടത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമ്മൾ 1 ഇഞ്ചല്ലേ വിട്ടത്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കാം, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കാം. അപ്പോൾ നമുക്ക് 1 ഇഞ്ചാവും. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം ഓപ്പോസിറ്റ് വശത്തേക്ക് മടക്കിയിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ താഴത്തേക്ക് വെച്ചിട്ട് ഈ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അടിവശം കൂടി ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഈ രണ്ട് സൈഡിലേയും കൂടി അടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ജോർജറ്റ് മെറ്റീരിയലാണ് നമ്മൾ ചുരുക്കല്ലേ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂട്ടെ. അതുപോലെ തന്നെ താഴത്ത് ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടും. അപ്പോൾ ഇതുപോലെ എന്നിട്ടാ നമ്മൾ ചുരിദാറും സ്റ്റിച്ച് ചെയ്തെടുക്കൽ. സ്ലീവൊക്കെ ഫുൾ സ്ലീവ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ.